ഹായ് ഓൾ, ട്രിഗണോമെട്രിയുടെ മൂന്നാമത്തെ റിവിഷൻ ക്ലാസ്സാണിത്. ഇതിനകത്തും 2025 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ത്രികോണം എ ബി സിയിൽ എ ബി ഇസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. ഈ ഒരു ട്രയാങ്കിളിനകത്ത് എ ബി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ബി സി 10 സെൻറ്റിമീറ്റേഴ്സ്. കാണാമല്ലോ, ബി സി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: എയിൽ നിന്ന് ബി സിയിലേക്കുള്ള ലംബ ദൂരം കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ വെർട്ടെക്സ് എ ടു ബി സി. അപ്പോൾ ഇങ്ങോട്ട് ഇതാണ് ബി സി, ഈ കൊടുത്തിരിക്കുന്നതാണ് ബി സി, ഇതാണ് വെർട്ടെക്സ് എ. ഇവിടെ നിന്നും ബി സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ ടാസ്ക് അതാണ്, അത് കണ്ടുപിടിക്കാം. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് മാറ്റി വരയ്ക്കാം. ശ്രദ്ധിക്കാം. ഇവിടെ പേരെന്താണ്? ബി, ഇവിടെ സി, ഇവിടെ എ. ഓക്കെ, ഇത് 8, ഇത് എത്രയാണ്? 10. ഇവിടെ എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ടൊരു വര വരയ്ക്കാം. ഇതാണ് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ ഒരു പേരും കൊടുക്കാം, ഡി എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വരയ്ക്കണം. അതായത് ഈ ട്രയാങ്കിൾ. ഓക്കെ, ഈ ട്രയാങ്കിൾ നമുക്ക് മാറ്റി വരയ്ക്കാം. ഇവിടെ ബി, ഇവിടെ ഡി, ഇത് എ, ഇത് 8 സെൻറ്റിമീറ്റർ, ഇത് 50 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആളാരാണ്? ഹൈപ്പോട്ടിനസ് ആണ്. കാരണം 50 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം. ഇത് അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, സമീപവശം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്നത് ഹൈപ്പോട്ടിനസ് ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡാണ്. ഹൈപ്പോട്ടിനസും ഓപ്പോസിറ്റ് സൈഡും തമ്മിലുള്ള ബന്ധം നമ്മൾ ഇതിനകത്താണ് പറയുന്നത്, സൈൻ്റെ അകത്താണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ്റെ ഇക്വേഷൻ എഴുതാം. സൈൻ എ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ശരിയല്ലേ? ആണ്. അപ്പോൾ സൈൻ എത്ര ഡിഗ്രിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? 50 ഡിഗ്രി. സോ സൈൻ 50 ഡിഗ്രി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ 8 എന്ന് എഴുതാം അല്ലേ. ഹൈപ്പോട്ടിനസ് എന്ന് പറയുന്നത് 8 ആണ്. ഇവിടെ സൈൻ 50യുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? 0.77 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ 8. ഈ 8നെ നമുക്ക് ഇവിടെ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 0.77 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ 77നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 6, 5, 61. 2 സ്ഥാനം മാറ്റി കുത്തുകയാണെങ്കിൽ 6.16 എന്നുള്ളതാണ് എന്ത്? നമ്മുടെ എ പാർട്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 6. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇസ് ഈക്വൽ ടു 6.16 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ ആൻസർ എന്ത് ചെയ്തു? കിട്ടി. ആൻസർ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. നമുക്ക് ആൻസറായിട്ട് ഇതിനെ അവിടെ ക്വസ്റ്റ്യൻ അത് കാണിക്കുകയും ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ആൻസർ 6.16 സെൻറ്റിമീറ്റർ. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് സിമ്പിൾ തന്നെയാണ്. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നോക്ക്, ഈ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 6.16 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് 2 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ബി പാർട്ടിൻ്റെ ആൻസർ എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, എന്താണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ്, പാദം ഗുണം ഹൈറ്റ്, ഉയരം. ഓക്കെ, പിന്നെ അത് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 10 ആണ്. ഹൈറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 6.16 ആണ്. 2ഉം 10 കട്ട് ചെയ്ത് ഇവിടെ 5 എന്ന് എഴുതാം. 5 ഇൻറ്റു 6.16 എന്നുള്ളതാണ് എന്ത്? ഏരിയൻ്റെ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം. അത് ഗുണിച്ചതിന് ശേഷം 2 പ്ലേസ് മാറ്റി എന്ത് ചെയ്യുക? കുത്തിടുക. അതായത് 616 ഇൻറ്റു 5 ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ കിട്ടുന്ന ആൻസർ അതിനപ്പുറത്തേക്ക് 2 പ്ലേസ് മാറ്റി കുത്തിട്ടിട്ട് ഇത് അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് അവിടുത്തെ ഏരിയ. എത്രയാണ് ഏരിയ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2025 തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് മോഡലൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. ഓക്കെ, നോക്കാം. ഒരു കെട്ടിടത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അകലെ നിൽക്കുന്ന ഒരു കുട്ടി കെട്ടിടത്തിൻ്റെ മുകളറ്റം 35 ഡിഗ്രി മേൽക്കോണിൽ കാണും. 25 മീറ്റർ മുന്നിലേക്ക് മാറി നിന്ന് നോക്കിയപ്പോൾ 70 ഡിഗ്രി മേൽക്കോണിലാണ് കെട്ടിടത്തിൻ്റെ മുകളറ്റം കണ്ടത്. കുട്ടിയുടെ ഉയരം 1.6 മീറ്ററാണ്.
തന്നിരിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ ബോയ് സ്റ്റാൻഡിങ് അവേ ഫ്രം ദ ഫുട്ട് ഓഫ് എ ബിൽഡിംഗ് സീസ് ദ ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 35 ഡിഗ്രി. ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി ഒരു ബിൽഡിങ്ങിൻ്റെ കുറച്ച് ദൂരെ നിൽക്കുകയാണ്. അവൻ അതിൻ്റെ മുകൾ ഭാഗം എന്തിൽ കാണുന്നു, എത്ര ഡിഗ്രിയിൽ കാണുന്നു? 35 ഡിഗ്രി എലിവേറ്റഡ് ആയിട്ട് കാണുന്നു. സ്റ്റെപ്പിംഗ് 25 മീറ്റേഴ്സ് ടുവേർഡ്സ്, അതായത് ആ കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് അവൻ 25 മീറ്റർ നടക്കുമ്പോൾ ഹി സീസ് ദ ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 70 ഡിഗ്രി. ആ സമയത്ത് അവൻ 70 ഡിഗ്രിയിൽ കാണുന്നുണ്ട് ഇത്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദി ബോയ് ഈസ് 1.6 മീറ്റർ. ഈ ചെറുക്കൻ്റെ ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 1.6 മീറ്റർ ആണ്. ഓക്കെ, ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദി ഗിവൺ ഡീറ്റെയിൽസ്. ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു റഫ് ഫിഗർ വരയ്ക്കാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ ബിൽഡിംഗ് വെൻ ഹി സീസ് ദ ടോപ്പ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 70 ഡിഗ്രി. 70 ഡിഗ്രിയിൽ അവൻ ഈ കെട്ടിടം കാണുമ്പോൾ അവനും കെട്ടിടവും തമ്മിൽ എത്ര ദൂരത്തിലാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം, ബി പാർട്ട് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്, കെട്ടിടത്തിൻ്റെ ഉയരം എന്ത് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നോക്കാം, ഒരു ഏകദേശ ചിത്രം വരയ്ക്കാം. ഓക്കെ, ചരിഞ്ഞു പോയി ആ വര നിവർത്തി വരയ്ക്കുകയാണ്. ഇവിടെ ഒരു കെട്ടിടമുണ്ട്. കെട്ടിടത്തിന് നമുക്ക് പേര് കൊടുക്കാം എ ബി. അപ്പോൾ എ ബി എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ബിൽഡിംഗ്. ഓക്കെ, ഇത് ഇവിടെ കുറച്ച് അകലെ നിൽക്കുകയാണ്. ആ പോയിൻ്റ് നമുക്ക് സി എന്ന് പറയാം, അവൻ ഇനിഷ്യലി നിന്ന പോയിൻ്റ്. അപ്പോൾ ഇവിടെ ചെറുക്കം നിൽക്കുകയാണെങ്കിൽ അവനൊരു ഹൈറ്റ് ഉണ്ടാവും. അവന് ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അവിടെ നമുക്ക് സി ഡി എന്ന് കൊടുക്കാം. അത് 1.6 എന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് ഇവൻ്റെ സ്ട്രെയിറ്റ് വ്യൂ. നേരെ നോക്കിയാൽ ഇതാണ്ട് ഇങ്ങനെയാണ് പോവുക. ഇവിടെ നിന്നാണ് എലിവേറ്റഡ് വ്യൂ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നിന്നാണ് എന്തുണ്ടാകുന്നത്? എലിവേറ്റഡ് വ്യൂ. ഈ എലിവേറ്റഡ് വ്യൂവിൻ്റെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഇത് സ്ട്രെയിറ്റ് വ്യൂവും എലിവേറ്റഡ് വ്യൂവും ഇടയിലുള്ള ആംഗിൾ ആണെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ. അത് എത്ര ഡിഗ്രിയാണ്? ആദ്യം അവൻ കാണുമ്പോൾ അത് 35 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രി? 35 ഡിഗ്രി. ഇനി അവൻ കുറച്ച് മുമ്പോട്ട് നടന്നു. ടുവേർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ എങ്ങോട്ടാണ് നടക്കേണ്ടത്? അവൻ ഇങ്ങോട്ടാണ് നടന്നത്. ഈ സിയിൽ നിന്നും എൻ്റെ അടുത്തേക്ക് കുറച്ച് നടന്നു എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വന്നോ? ഇല്ല, ഇവിടെ എവിടെയോ എത്തി. അതുകൊണ്ട് എവിടെ ഒരു പോയിന്റിൽ എത്തി എന്ന് വിചാരിക്കുക, ഈ പോയിന്റിൽ എത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇവൻ നോക്കുകയാണ്. ഓക്കെ, നമുക്ക് അവിടെ ഇ എന്നും എഫ് എന്നും കൊടുക്കാം. ഇ എന്നും എഫ് എന്നും കൊടുക്കാം, ഈ രണ്ട് പോയിന്റുകൾ. ഓക്കെ, എന്നിട്ട് ഇവിടെയും അവൻ്റെ നേരെയുള്ള നോട്ടം അത് തന്നെ ആയിരിക്കുമല്ലോ. അവൻ്റെ ഹൈറ്റ് മാറുന്നില്ലല്ലോ ഇവിടെ. അപ്പോൾ അവിടെ നിന്നും അവൻ എന്ത് ചെയ്തു? മുകളിലേക്ക് നോക്കി, ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി. ഇപ്പോൾ മുമ്പോട്ട് നടന്നത് എത്ര മീറ്ററാണ്? 25 മീറ്റർ. മറക്കരുത്, മുമ്പോട്ട് നടന്നത് എത്ര മീറ്ററാണ്? 25 മീറ്റർ. ഓക്കെ, ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ഇതാണ് ഏകദേശ ചിത്രം. എ പാർട്ട് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും കൂടെ ഒരു പേര് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ജി എന്ന് കൊടുക്കാം. ഓക്കെ, ജി എന്ന് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് കിട്ടുന്നത്. മൊത്തം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കണം. അതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. ബിൽഡിങ് എന്ന് പറയുന്നത് നമുക്ക് പ്രയോജനപ്പെടും കേട്ടോ, ഇങ്ങനെ എഴുതി വെക്കുന്നത്. ബിൽഡിങ് എന്ന് പറയുന്നത് എ ബി ആണ്. ഓക്കെ, ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? എ ബി. എ ബി എന്ന് പറയുന്നത് ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് ഈ വരെയാണ്. കണ്ടല്ലോ, എ ബി എന്താണെന്നുള്ളത് അറിയാമല്ലോ. ഈ എ ബി എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണ്? എ ജിയും പിന്നെ ജി ബിയും കൂടെ ചേരുന്നതാണ്. ശരിയല്ലേ? എ ജിയും ജി ബിയും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് എ ജി എന്ന് പറയുന്നത് ഈ ചെറുക്കൻ്റെ ഹൈറ്റാണ്. അതാണ്ട് ഇവിടെ 1.6 ആണ്. അപ്പോൾ നമുക്ക് എ ജി എത്രയാണെന്നറിയാം? 1.6 പ്ലസ് ഈ ജി ബി നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തിൻ്റെ ഹൈറ്റ് കിട്ടും? ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കിട്ടും. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം? കൃത്യമായ രീതിയിൽ ഉണ്ടായിരിക്കണം. കാര്യം ഇത് അറിയാമെങ്കിൽ ഇത് എഴുതിയിട്ട് കഴിഞ്ഞാൽ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, ഇത് എഴുതിയിട്ട് നമുക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഫൈനലി ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ചോദിച്ചിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനകത്ത്, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത്, ഇത് കണക്കൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യം വ്യക്തമായി കേൾക്കണം. ഇത് കണക്കൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ സ്റ്റെപ്പിംഗ് ഇത്ര മീറ്റേഴ്സ് ബാക്കെന്നോ ഫ്രണ്ടെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ഞാൻ കാണിച്ചു തരാം. റെഡിൽ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. എന്താ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്യും. ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേക്കണം. ഇയാൾ ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് അറിയാൻ വേണ്ടി. വേറെ ഒന്നിനുമല്ല, ഇയാൾ എന്താണെന്ന് അറിയണം? ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് അറിയണം. അതിനുവേണ്ടി നമ്മൾ ഇയാളുടെ ആംഗിൾ ഒന്ന് എന്ത് ചെയ്ത് നോക്കണം? കണ്ടുപിടിച്ച് നോക്കിയേക്കണം. ഓക്കെ, അപ്പോൾ ഇയാളുടെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നോക്കൂ. ഓക്കെ, നോക്കൂ. ഇയാളുടെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആംഗിൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇതിൻ്റെ പേര് എഫ് എന്നാണ് ഇവിടെ കടന്നോട്ടെ. ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കുക. എഫ് എന്ന് പറയുന്നത് അവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കണം. ഒരു വര വരച്ചാൽ മൊത്തം എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. ശരിയല്ലേ? അതിനകത്ത് ഇവിടെ തന്നെ എത്ര പോയി? 70 പോയി. ബാക്കി എത്ര ഉണ്ടാകുമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 180 നിന്നും 70 മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര ഡിഗ്രി കിട്ടും? 110 ഡിഗ്രി. അപ്പോൾ ഇത് 110 ഡിഗ്രിയാണ്. ശരിയാണ്?
ഇനി ഞാൻ പറയുന്ന ഈ ആംഗിൾ കണ്ടുപിടിക്കണമെന്നാണ് നിങ്ങളോട്. ഈ ആംഗിൾ ഇത് കണ്ടുപിടിക്കണം നമ്മൾ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ട്രയാങ്കിൾ ഇതാണ്ട് ഇങ്ങനെ ആ ട്രയാങ്കിൾ ഇപ്പോൾ കിടക്കുന്നത്. ഓക്കെ, ഈ ട്രയാങ്കിളിനകത്ത് ഇവിടെ 35 ഡിഗ്രി, ഇവിടെ 110 ഡിഗ്രി, ഇതെത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന രണ്ട് ആംഗിൾസ് 35 110 ആഡ് ചെയ്യണം. 110 + 35, ഇവിടെ 5 3 1 4 1 145, എന്നിട്ട് 180 നിന്ന് ഈ 145 അങ്ങ് മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 7 എടുത്തിട്ട് ഇവിടെ 10 കൊടുക്കാം. 10 5 5, 7 4 3, 1 1 0. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 35 ഡിഗ്രി കിട്ടി. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടുത്തെ ആംഗിൾ 35 ഡിഗ്രി, ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി? 35 ഡിഗ്രി. അപ്പോൾ ഇയാൾ എന്ത് തരം ട്രയാങ്കിളാണ്? ഐസോസിലസ് ട്രയാങ്കിളാണ്, ശരിയല്ലേ? ആണോ അല്ലയോ? അപ്പോൾ ഇവിടെയും ലെങ്ത് ഈക്വൽ ആയിരിക്കണമല്ലോ. ഈ 35 ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡ്, ഈ 35 ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. നിങ്ങളൊന്ന് നോക്കിയാൽ മക്കളെ, ഇതാ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 25 മീറ്ററല്ലേ വന്നിരിക്കുന്നത്? 25 മീറ്റർ. ആ 25 മീറ്റർ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇവിടെയും എത്ര തന്നെയായിരിക്കും? 25 മീറ്റർ ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ ഈ ഒരു പടം വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈ 25 എന്നുള്ളത് ഇവിടെയും എഴുതാം. ഇവിടെയും 25 മീറ്റർ ആണ്. കണ്ട, ഈ ട്രയാങ്കിൾ മാറ്റി വരയ്ക്കണം. ഈ ട്രയാങ്കിൾ അന്ന് നോക്കിയോ, പേര് നോക്കിയോ, ട്രയാങ്കിളിൻ്റെ BFG മാറ്റി വരയ്ക്കണം. എന്തോ മാറ്റി വരയ്ക്കേണ്ടത്? BFG. ഇപ്പോൾ ആ പയ്യൻ നിൽക്കുന്നത് Fലാണ്. F മുതൽ G വരണ ദൂരമാണ് അവനും കെട്ടിടവും തമ്മിലുള്ള അകലം. അതാണ് രണ്ടാമത്തെ ചോദ്യം. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അവനും കെട്ടിടവും തമ്മിൽ എത്ര അകലം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിളായ BFG എന്ത് ചെയ്യണം? മാറ്റി അങ്ങോട്ട് വരയ്ക്കണം. നമുക്ക് നോക്കാം. BFG മാറ്റി വരയ്ക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. BFG, ഇവിടെ B, ഇവിടെ F, ഇവിടെ എന്താണ്? G ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ FB എന്ന് പറയുന്നത് ഇതായിരുന്നു FB അല്ലേ? സോറി, ഇതല്ല, ഇതായിരുന്നു FB. ഈ FB എന്ന് പറയുന്നത് 25 മീറ്റർ എന്ന് കിട്ടി. ഇവിടെ 70 ഡിഗ്രി എന്നും കിടപ്പുണ്ട്. നമുക്ക് ഇവിടെ 90 ഡിഗ്രി ആണെന്ന് അറിയാം. കെട്ടിടവും തറയും തമ്മിൽ എത്ര ഡിഗ്രി ഉണ്ടാക്കത്തുള്ളൂ? 90 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ FG ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് കണ്ടുപിടിക്കേണ്ടത്? FG ആണ് ചെറുക്കനും കെട്ടിടവും തമ്മിലുള്ള, ആ പയ്യനും കെട്ടിടവും തമ്മിലുള്ള ഇപ്പോഴത്തെ അകലമാണ് FG എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഇത് എന്തുവാ? ഹൈപ്പോട്ടിനസ് ആണല്ലോ. ഈ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇതാരാ? അഡ്ജസൻറ്റ് സൈഡ്. കണ്ടുപിടിക്കേണ്ടത് FG ആണ്. തന്നിരിക്കുന്ന ഹൈപ്പോട്ടിനസ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിനസ് എന്തുവാ? റിലേഷൻ കോസ്. ഓക്കെ, കോസയുടെ ഇക്വേഷൻ എന്തുവാ? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിനസ്, സമീപവശം ഡിവൈഡഡ് ബൈ കർണം. ഇവിടെ കോസ് എത്ര ഡിഗ്രിയാണ്? കോസ് 70 ഡിഗ്രി ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് അറിയാൻ വയ്യ. അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് എത്രയാണെന്ന് അറിയാം? 25. കോസ് 70 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോസ് 70 ഡിഗ്രി എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0.34 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ 25. അപ്പോൾ അഡ്ജസൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ 25 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? 0.34 ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു എന്താണ്? അഡ്ജസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 34നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 17 അല്ലേ? 8 6 0 15 5. ഓക്കെ, 850 എന്ന് എഴുതി 2 പ്ലേസ് മാറ്റി കുത്തരണം. ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ്, ദാറ്റ് ഈസ് 8.5. ഇത്രയും നമുക്ക് കിട്ടിയത്. അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ ഈ കുട്ടിയും ആ കെട്ടിടവും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എത്രയാണ്? 8.5 മീറ്ററാണ്. എത്രയാണ് ആൻസർ? 8.5 മീറ്റർ. ഓക്കെ, ശരി, നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 8.5 മീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ഇനി ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അതാ നോക്ക്, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് GB എന്നുള്ളതും കൂടെ മതി. ഓക്കെ, GB എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൽ തന്നെ കിടക്കുകയാണ്. ആ ട്രയാങ്കിൾ ഒന്നുകൂടെ ഒന്ന് വരച്ചിട്ട് അങ്ങ് ചെയ്യാം. നോക്കിക്കോളൂ, ഇവിടെ എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി. ഇവിടെ 25 FBG. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടുന്നത് GB ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെന്താണ്? ഓപ്പോസിറ്റ് സൈഡ്, ഇത് ഹൈപ്പോട്ടിനസ്, ഇത് അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കേണ്ട. ഓപ്പോസിറ്റ് തന്നിരിക്കുന്നത് എന്തുവാ? ഹൈപ്പോട്ടിനസ്. എന്താ റിലേഷൻ? സൈൻ. ഓക്കെ, സൈൻ A ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്, എതിർവശം ബൈ കർണം. ഓക്കെ, സൈൻ എത്ര ഡിഗ്രി? 70 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് എത്രയാണ്? 25. സൈൻ 70യുടെ വില ഇവർ കൊടുത്തിട്ടുണ്ടാവും. സൈൻ 70യുടെ വില എത്രയാണ്? സൈൻ 70 0.94. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ 70 0.94 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ 25.
ഓക്കെ 0.94 ഇൻറ്റു 25 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ 94 ഇൻറ്റു 25 47 അല്ലേ 4 8 18 0 ഓക്കെ 2 3 5 0 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് പോയിൻ്റ് ഇട്ടില്ല, 2 പ്ലേസ് മാറ്റി കുത്തിട്ട്. അപ്പോൾ 23 പോയിൻറ്റ് നമുക്ക് എത്ര കിട്ടിയത് ആൻസർ? നമ്മൾ 0.94 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 23.5 കിട്ടി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എത്ര കിട്ടി? ഓപ്പോസിറ്റ് ഈസ് ഈക്വൽ ടു 23.5 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് 23.5 മീറ്റർ എന്ന് എഴുതാം. നോക്ക്, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അല്ലേ വേണ്ടുന്നത്. അതെ, ബിൽഡിംഗ് എന്ന് പറയുന്ന ആരൊക്കെ ചേരുന്നതാണ്? എ ജിയും ജി ബിയും. ജി ബി ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. എത്രയാണ്? 23.5. അപ്പോൾ നമ്മൾ എന്തിനൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം? ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് 1.6ഉം ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് is equal to 1.6 പ്ലസ് 23.5. ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 23.5ൻ്റെ കൂടെ 1.6 എങ്ങനെ ആഡ് ചെയ്യുക? 1.6 ഇങ്ങനെ എഴുതി ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു ആൻസർ കിട്ടും. കൂട്ടിയെടുക്കുന്നത് അത്രയാണ് ബിൽഡിങ്ങിൻ്റെ എന്ത് ഹൈറ്റ്, അത്രയും മീറ്റർ എന്ന് എന്ത് ചെയ്യുക? എഴുതുക. അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സിമ്പിൾ. ഓക്കെ അല്ലേ? ഇത് 2025 മാർച്ചിൽ ചോദിച്ച ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത് രണ്ടും. അപ്പോൾ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. ബൈ ബൈ.